الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന് നൽകിയ സംരക്ഷണം അത് അതേപോലെ ഹദീസുകൾക്കും നൽകിയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളും ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾക്ക് പാഠമുള്ളതാണ്, ആവശ്യമുള്ളതാണ്, അവർക്ക് ദീനിന്റെ പ്രമാണമാണ്. സൂറത്തുൽ അസ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലഘട്ടത്തെ സത്യം ചെയ്തു പറഞ്ഞു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല അതിന്റെ തഫ്സീറിൽ പറഞ്ഞു, എന്തായിരിക്കും കാലഘട്ടം കൊണ്ട് സത്യം ചെയ്തതിന്റെ പിറകിലുള്ള കാര്യം, കാലവുമായിട്ട് എന്താണ് മനുഷ്യന്റെ ബന്ധം. അദ്ദേഹം പറഞ്ഞു, ഓരോ കാലഘട്ടങ്ങളിലും മാറിമറിയുന്ന ഖൈറിന്റെയും ഷെറിന്റെയും ചരിത്രമാണ് സത്യം. കാരണം അതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട്. ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ, വിവേകമുള്ളവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കി തലച്ചോറുകൂടി പടക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവന് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ ഖൈറിന്റെയും ഷെറിന്റെയും ചരിത്രങ്ങള്, വർത്തമാനങ്ങള് വായിക്കുന്നവനും പഠിക്കുന്നവനുമായിരിക്കും. കാരണം ഇന്നലകളിൽ നിന്ന് ഇന്നെങ്ങനെ ജീവിക്കണമെന്നവർ അറിയാം. ചരിത്രത്തിൽ നിന്ന് ദീനുൽ ഇസ്ലാമിന്റെ മുൻഗാമികൾ നാളകളെ എങ്ങനെയാണ് ആക്കേണ്ടത് എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജാഹിലിയ്യത്തിന്റെ കേടുപാടുകൾ അറിയാത്ത ഒരാൾക്ക്, കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ദീനുൽ ഇസ്ലാമിന്റെ വരവിന്റെ മുമ്പുള്ള ആളുകളുടെ വിശ്വാസവും പ്രവൃത്തികളും രീതികളും മനസ്സിലാക്കാത്ത ഒരാൾക്ക് ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാവൂല, അതിന്റെ ഉള്ളിലുള്ള പ്രകാശം കണ്ടെത്താൻ സാധിക്കൂല. അവനിങ്ങനെ പോകുന്ന വഴിക്ക് പോകുന്നവനായിരിക്കും. പക്ഷെ ഇന്നലകൾ അറിയുന്നവൻ ജീവിതത്തെ ഖൈറിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാനും ഷെറിന്റെ വഴികളിൽ നിന്ന് മാറ്റിവിടാനും ശ്രദ്ധിക്കുന്നവനായിരിക്കും. അതിനാണ് താരീഖ്. അതുകൊണ്ടാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ താരീഖ് ഖുതുബയിൽ സംസാരിക്കുന്നത്. അതൊരു കഥ കേട്ട് വിടാനല്ല. ആ ചരിത്രത്തെ നമ്മളുടെ ഇന്നത്തെ ജീവിതവുമായി തിട്ടപ്പെടുത്തി ബന്ധപ്പെടുത്തി പരിശോധിച്ച് നമുക്ക് മാറ്റാനുള്ളതിനെ മാറ്റി ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അന്നെന്താണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖായി കാണിച്ചത് അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങി. സഫാ മലയുടെ മുകളിൽ കയറി മക്കയിലുള്ള പ്രഗത്ഭരായ കുടുംബക്കാരെ മുഴുവനും വിളിച്ചു.
സ്വന്തം കുടുംബത്തെയും വിളിച്ചു. ബനു ഹാഷിമിനെ, ബനു മുത്തലിബിനെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോരകളായ അബ്ബാസിനെ, സഫിയയെ, ഫാത്തിമയെ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ വിളിക്കപ്പെട്ടവരെല്ലാം പിന്നീട് ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായിരുന്നു, സ്വർഗത്തിന്റെ അവകാശികളായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ അവരൊക്കെ ഉൾപ്പെട്ടു, ആ പേര് വിളിച്ചവർ. തൗഹീദിന്റെ ആദ്യത്തെ പ്രഭാഷണമായിരുന്നു അത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഖുറൈശികൾക്ക് പരസ്യമായി പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ പ്രസംഗം. ഇവിടെ നമ്മൾ അറിയാനുള്ള ഒന്നാമത്തെ കാര്യം, അന്ന് സഫാ മലയുടെ താഴ്ഭാഗത്ത് ഒരുമിച്ച് കൂടിയ കുഫാറു ഖുറൈശ്, അതല്ലെങ്കിൽ മക്ക നിവാസികൾ, അവര് ഏത് വിശ്വാസക്കാരായിരുന്നു, ഏത് ആദർശക്കാരായിരുന്നു, ഏത് മതത്തിന്റെ വക്താക്കളായിരുന്നു, ഏത് മതത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ച് ഇസ്ലാമിലേക്ക് വിളിച്ചത്? ഇന്നത്തെ മഹാഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മക്കത്തുണ്ടായിരുന്ന ഖുറൈശികൾക്ക് പ്രത്യേകിച്ചൊരു മതമുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയില്ല, അത് സത്യത്തിന്റെ വിരുദ്ധമാണ്. അന്ന് മക്കത്തുണ്ടായിരുന്നത് ഒരേ ഒരു മതമാണ്, മില്ലത്ത് ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ആചരിച്ചു പോരുന്ന ആചാരങ്ങൾ പിടിച്ച് ജീവിച്ച ഒരു വിഭാഗം ആളുകൾ. ഹിന്ദുമതം അന്നില്ല, കാരണം ഹിന്ദുമതം ദുനിയാവിലേ ഇല്ല. അന്ന് മക്കത്ത് നസാറാക്കളുമില്ല, കാരണം റോമിൽ നിന്നും മറ്റും മക്കായിലേക്ക് നസാറ മതത്തിന്റെ പ്രചാരകര് വന്ന് മക്കക്കാരെ ക്രിസ്ത്യാനികളാക്കിയിട്ടില്ല. അന്ന് യഹൂദികളും മക്കത്തില്ല. അവർ തൗറാത്തിനെ കുറിച്ചോ ഇഞ്ചീലിനെ കുറിച്ചോ അതല്ലെങ്കിൽ പേർഷ്യക്കാരുടെ മജൂസി മതത്തിനെ കുറിച്ചോ കേട്ടറിവ് പോലും മക്ക നിവാസികൾക്കില്ല. അവർക്ക് ആകെ വർഷത്തിൽ ഒരു 2 യാത്ര മാത്രമേ ഉള്ളൂ മക്കത്തിന്റെ പുറത്തേക്ക്. ഒന്ന് സിറിയയിലേക്ക്, ഷാമിലേക്ക്, മറ്റൊന്ന് യമനിലേക്ക്. ഈ 2 കച്ചവട യാത്രകളിൽ അവർക്ക് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ നസാറാക്കളെയും ജൂതന്മാരെയും ഒക്കെ. അവരുടെ മതം അറിയില്ല, കിതാബുകൾ കേട്ടിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, ഒരു മാറ്റത്തെ പറ്റി മക്ക ഖുറൈശികൾ ആലോചിച്ചിട്ട് പോലുമില്ല. അവർക്ക് അവരുടെ ജീവിതം സുഖിക്കുക, രസിക്കുക, ഭോഗിക്കുക, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, അങ്ങനെ സുഭിക്ഷമായി ജീവിച്ച് തീർക്കുക, അതിന്റെ അപ്പുറത്തൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് ചരിത്രത്തില് മക്കക്കാര് ഇരുണ്ട യുഗക്കാരെന്ന് പറയപ്പെട്ടത്. കാരുണ്യമെന്ന് പറയുന്ന സംഗതി അവരുടെ മനസ്സിലേ ഇല്ല. ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ സംഭവമൊക്കെ നമ്മൾ കേട്ടതാ. അതുകൊണ്ട് മുമ്പിലുള്ള ഖുറൈശികൾ പ്രത്യേകിച്ചൊരു മതത്തിന്റെ വക്താക്കളല്ല. ആ മതത്തിൽ നിന്ന് അവരെ മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ, മറിച്ച് മുമ്പിലുള്ളവർ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റുബൂബിയ്യത്തിൽ വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തവരാണ്. എന്താ ഇതിന്റെ തെളിവ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ നിങ്ങൾ പറയുന്നവരോട് ചോദിച്ചു നോക്കി, മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുമുള്ള വസ്തുക്കൾ തരുന്നവൻ ആരാ? ഇന്നത് നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർക്ക് അവരുടെ ദൈവത്തിന്റെ പേര് പറയാനുണ്ടാവും. നസാറാക്കളോട് ചോദിച്ചാൽ അവർ യേശുവിന്റെ പേര് പറയും. ജൂതന്മാരോട് ചോദിച്ചാൽ ഉസൈറിന്റെ പേര് പറയും. മറ്റു മതക്കാരോട് ചോദിച്ചാൽ അവരവര് പൂജിക്കുന്ന ദേവീ ദേവന്മാരുടെ പേരുകൾ പറയും. എന്നാൽ മക്കത്തുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കാനായി സഫാ മലയുടെ താഴ്ഭാഗത്ത് ഒരുമിച്ച് കൂട്ടിയ ആ ആളുകൾ എന്തു പറയുമെന്ന് അല്ലാഹു പറയാൻ, മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തരുന്നവൻ ആരാണ്? അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ, കേൾവിയെയും കാഴ്ചയെയും ഉടമസ്ഥപ്പെടുത്തുന്നവൻ ആരാണ്? അഥവാ നിങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് ഒരു പുതുജീവനെ കൊണ്ടുവരുന്നവൻ ആരാണ്? ഇതൊക്കെ അല്ലാഹുവിന്റെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നതാരാണ്? വമൻ യുദബ്ബിറുൽ അംറ,
കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ ആരാണ് എന്ന് നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവര് പറയും അല്ലാഹുവാണെന്ന്. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിനെ വിശ്വസിച്ച ആൾക്കാരാണ്. അവർ അള്ളാഹിനെ അറിയാണ്ട് അട്ടം തിരിയുന്ന മനുഷ്യന്മാരല്ല. പ്രധാനപ്പെട്ട അള്ളാന്റെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ മക്കത്തെ കാഫിറുകള് പൂർണ്ണ വിശ്വാസക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാവണം അവരെ അള്ളാഹു കാഫിർ എന്ന് വിളിച്ച്? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, റുബൂബിയ്യത്ത് അവരെ അംഗീകരിച്ചത് കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, അവർ മില്ലത്തെ ഇബ്രാഹിമിന്റെ ഭാഗവാക്കുള്ള ആളുകളാണ്. അവർ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ മുറുകെ പിടിച്ച് പോന്നിരുന്ന ആളുകളുടെ പിന്തലമുറക്കാരാണ്. അവർ അല്ലാഹുവിൽ വിശ്വസിച്ച ആൾക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്നൊരു പക്ഷേ വർത്തമാനകാലത്ത് നമുക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആളുകൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കണം. തൗഹീദുമായി ബന്ധപ്പെട്ട് വർത്താനം പറയുമ്പോൾ ഒപ്പിക്കുന്ന പരിപാടി ഉണ്ടായിക്കൂടാ. കാരണം ആദർശമാണ്, അഖീദയാണ്, വിശ്വാസമാണ്. ഒരു മനുഷ്യന് ദീനുൽ ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി കാണുന്നത് അയാളുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല, അയാളുടെ വേഷം നോക്കിയിട്ടല്ല, അയാളുടെ കുടുംബമോ തറവാടോ പേരോ നോക്കിയിട്ടല്ല. മറിച്ച് ഇസ്ലാം ഒരാളെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ വിശ്വാസം നോക്കിയിട്ടാണ്, അഖീദ നോക്കിയിട്ടാണ്. വിശ്വാസത്തിൽ തകരാറുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എത്ര നല്ല പേര് സമ്പാദിച്ചവനാണെങ്കിലും ഇസ്ലാം അവനെ മുസ്ലിമായി പരിഗണിക്കൂല. ലോകത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള സർവ്വ മനുഷ്യർക്കും അയാൾ ഏറ്റവും നല്ലവനാണെങ്കിലും വിശ്വാസത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അള്ളാഹുവിനടുക്കൽ അവൻ ഏറ്റവും വലിയ നീചനാണ്, നല്ലവനല്ല. മക്കത്തുണ്ടായിരുന്ന ഖുറൈശികളുടെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസം ഇതായിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് അള്ളാഹുവിനെയാണോ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇബാദത്തുകൾ ആ റബ്ബിന് മാത്രം നിങ്ങൾ അർപ്പിക്കണം. ദുആ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ നടത്തണം. സഹായതേട്ടം അള്ളാഹുവിനോട് മാത്രമാവണം. അള്ളാഹുവിന് കൊടുക്കേണ്ടത് അള്ളാഹു അല്ലാത്തൊരാൾക്കും നിങ്ങൾ കൊടുത്തൂടാ. കൊടുത്താൽ നിങ്ങൾ ശിർക്ക് ചെയ്തവരാവും. നിങ്ങളുടെ നേരത്തെ പറഞ്ഞ വിശ്വാസം നിങ്ങൾക്ക് ഉപകാരപ്പെടൂല. ശിർക്കിന്റെ നിർവചനം ഉലമാക്കൾ പലതും പറഞ്ഞിട്ടുണ്ട്. അഹ്സനുഹ, ആ നിർവചനങ്ങളിൽ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മനോഹരമായ ഒരു നിർവചനം തസ്വിയത്തു ഗൈരില്ലാഹി. ഇത് പഠിച്ചു വെക്കണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ എതിരായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ബിമാ ഹുവ മിൻ ഖസായിസില്ലാഹ്. മനോഹരമായ നിർവചനം. തസ്വിയത്തു ഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്ത ഒരാളെ സമമാക്കുക, ബില്ലാഹി അല്ലാഹുവിനോട്, ഫീമ ഒരു കാര്യത്തിൽ, ഹുവ ആ കാര്യം, മിൻ ഖസായിസില്ലാഹ് അല്ലാഹുക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അല്ലാഹുവിന്റെ ദാത്തുമായി മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ഒരാളെ സമമാക്കിയാൽ അവര് പറയുന്ന പേരാണ് മുശ്രിക്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ചെറുപ്പക്കാര് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാരണം എന്താ അറിയോ, വിശ്വാസം തകരാറിലായിക്കൊണ്ട് നിങ്ങൾ എത്ര നന്നായിട്ടും കാര്യമില്ല. പള്ളിയുമായിട്ടൊന്നും എത്ര അടുത്തിട്ടും ഒരു കാര്യമില്ല. ഫജ്ർ നിസ്കാരത്തിന്റെ അരമണിക്കൂർ മുമ്പ് ഒന്നാമത്തെ സഫിൽ വന്നിരുന്ന് തസ്ബീഹ് ചൊല്ലിയിട്ടും കാര്യമൊന്നുമില്ല. കോടിക്കണക്കിന് രൂപ സദഖ ചെയ്ത് പാവങ്ങളെ, വിധവകളെ, യതീമിനെ, മിസ്കീനെ, അങ്ങനെ പല ചാരിറ്റിയും ചെയ്താലും അള്ളാഹുവിന്റെ അടുത്ത് ഒരു കാര്യമില്ല. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അതിങ്ങനെ കയ്യിൽ കോരി അന്തരീക്ഷത്തിലേക്ക് പറത്തിക്കളയുന്ന പൊടികളായിട്ട് അള്ളാഹു തള്ളിക്കളയും. സ്വീകരിക്കൂല, ഉറപ്പാണ്. അവിടെ വിശ്വാസം ശരിയാക്കിയേ പറ്റുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇല്ലേ, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പകരം മുഹീദ്ദീൻ ശൈഖിനോട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന ആളുകൾ. മടിക്കേരിയിൽ നിന്ന് ഒരു 10 ആളുകൾ
അതിനപ്പുറത്ത് കുശാൽ നഗറിൽ നിന്നൊരു 10 ആളുകൾ, മൈസൂരിൽ നിന്നൊരു 10 ആള്, കേരളത്തിൽ നിന്നൊരു 10 ആള്, ഒരു 10-40 ആളുകളായി. വ്യത്യസ്ത നാട്ടുകാരാണ്, വ്യത്യസ്ത ഭാഷക്കാരാണ്, പലരുടെയും ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. അവരവരുടെ വീടുകളിൽ നിന്ന് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു. 40 ആളും ഒരുമിച്ച് ഒരേ സമയത്ത്. ചോദിച്ചതോ വ്യത്യസ്ത ഭാഷയിലും ശൈലിയിലും വ്യത്യസ്ത വിഷയങ്ങളുമാണ്. ഈ വിളിക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം നമ്മൾ ഈ പറയുന്ന കാര്യം മുഹീദ്ദീൻ ശൈഖ് കേൾക്കുന്നതാണ്. നമ്മൾ ഈ പറയുന്നത് മുഹീദ്ദീൻ ശൈഖ് മനസ്സിലാക്കി ഇടപെട്ട് ആ ആവശ്യം നമുക്ക് പൂർത്തിയാക്കി തരുമെന്നാണ്. 40 ആളുകൾ ഒരേ സമയത്ത് വ്യത്യസ്ത ഭാഷയിൽ വ്യത്യസ്ത വിഷയങ്ങൾ ശൈഖ് മുഹീദ്ദീനോട് പറഞ്ഞാൽ അത് അദ്ദേഹം കേൾക്കുമെന്നാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന്റെ കേൾവിയെ അവൻ തസ്വിയത്ത് ചെയ്തു. ആരോട്? അള്ളാഹുവിന്റെ കേൾവിയോട്. എന്നാൽ അള്ളാഹുവിന്റെയും അടിമയുടെയും കേൾവി തമ്മിലുള്ള വ്യത്യാസം, അടിമയുടെ കേൾവി മുഹദ്ദദാണ്, പരിധി നിശ്ചയിക്കപ്പെട്ടതാണ്. ഈ ഡോറിന്റെ അപ്പുറത്ത് ഒരാൾ വർത്താനം പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മളത് കേൾക്കൂല. ഇരിക്കുന്ന നിങ്ങളെല്ലാരും കൂടെ ഒരേ സമയത്ത് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും മനസ്സിലാകുന്നില്ല, ഒറ്റക്കൊറ്റക്ക് പറ, കാരണം അടിമയുടെ കേൾവിയാണ്. മുഹീദ്ദീൻ ശൈഖ് ഈ 40 പേരുടെ ചോദ്യവും ഒരേ സമയത്ത് കേൾക്കൂ എന്ന് പറഞ്ഞാൽ തസ്വിയത്തു ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളെ അവൻ സമമാക്കി. ആരോട്? ബില്ലാഹി, അല്ലാഹുവിനോട്. ഏത് കാര്യത്തിൽ? ബിമ, കേൾവി എന്ന കാര്യത്തിൽ. ഹുവ മിൻ ഖസാഇസില്ലാഹ്, അല്ലാഹുക്ക് മാത്രം പ്രത്യേകമായ കേൾവിയിൽ അങ്ങനെ സമമാക്കിയാൽ അവൻ ശിർക്ക് ചെയ്ത് മുശ്രിക്കായി ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഇതാണ് ശിർക്ക്. ഇതാണ് ശിർക്ക്. ഒരാള് വിശ്വസിക്കുന്നു അയാള് പോകുന്ന ജാറത്തിലെ അല്ലെങ്കിൽ ദർഗയിലെ ആള് എന്റെ മനസ്സിലുള്ള കാര്യം നോക്കിക്കാണൂ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നല്ല പാട്ട് കേട്ടല്ലോ. കുപ്പിയിലുള്ള വസ്തുവിനെ നമ്മൾ കാണുന്ന പോലെ ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ ഈ ജാറങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാനും അറിയാനും പറ്റും എന്നൊരു സാധാ സീതാ മുസ്ലിം വിശ്വസിച്ചാൽ അവിടെ എന്താ ചെയ്തറിയോ? തസ്വിയത്തു ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തൊരുത്തനെ സമമാക്കി. ആരോട്? ബില്ലാഹി, അല്ലാഹുവിനോട്. ഏത് കാര്യത്തിൽ? ബിമാ ഹുവ മിൻ ഖസാഇസില്ലാഹ്, അല്ലാഹുക്ക് മാത്രം പ്രത്യേകമായ, അല്ലാഹു എനിക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞ അള്ളാന്റെ ഖാസായ ഇൽമിനോട് ഇവരുടെ ഇൽമിനെ തസ്വിയത്ത് ചെയ്തു. മുശ്രിക്കാൻ ഓനെ പറയുന്നും വേണ്ട, ഓനത് മനസ്സിൽ ആ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ശിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവനാ. അങ്ങനെയാണെങ്കിൽ, ശിർക്കതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മടിക്കേരിക്കാരെ, മടിക്കേരിയില് ആദർശവാദികളായിട്ട് എത്ര പേരെടുക്കാനുണ്ടാവും, എത്ര പേരെ തള്ളാനുണ്ടാവും. തള്ളപ്പെടേണ്ടവൻ തള്ളപ്പെടേണ്ടവനാണ്. ദുന്യവിയായിട്ടുള്ള എന്തെങ്കിലും സംഗതിയാണെങ്കിൽ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊന്നും മിനിസാക്കിയിട്ട് കൂടെ കൂട്ടാം. പക്ഷെ ഇത് അഖീദയാണ്, ആദർശമാണ്. അള്ളാഹുവിന് വേണ്ടത് നല്ല ക്ലിയർ ആയിട്ടുള്ള അഖീദയാണ്, വിശ്വാസമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച്. എന്താ പ്രശ്നം എന്നറിയോ? 3 അതിഭയങ്കരമായ അപകടമാണ് ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു സഹിച്ചാലും വേണ്ടില്ല ഇതവരെ കേൾപ്പിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കാൻ കാരണം, എല്ലാരും എതിരായി. സ്വന്തം കുടുംബത്തിൽപ്പെട്ട അബൂലഹബാണ് ആദ്യം പ്രതികരിച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ ചീത്ത വിളിക്കാൻ തുടങ്ങി, ഭ്രാന്തനാക്കാൻ തുടങ്ങി, മാരണക്കാരെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ തുടങ്ങി. ഒരു സഹാബി പറയുന്നുണ്ട്, ചെറുപ്പത്തിന് ഞാൻ കാണും ഒരു സുമുഖനായ മനുഷ്യൻ ഒരു പാറപ്പുറത്ത് കയറിയിട്ട് പറയുന്നു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾക്ക് വിജയിക്കാം. തൊട്ടുപിറകെ സൗന്ദര്യമുള്ള ഒരാൾ വന്ന് അതിന്റെ മുകളിൽ കയറും, അതേ പാറമ കയറിയിട്ട് പറയും, നിങ്ങൾ ഇവൻ പറയുന്നത് കേൾക്കണ്ട, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ എന്റെ കുടുംബക്കാരനാണ്. ഞാൻ എന്റെ ഉപ്പനോട് ചോദിച്ചു, ഇതാരാണ് ഈ 2 ആൾക്കാര്? എന്റെ ഉപ്പനോട് പറഞ്ഞു, ഒന്ന് അബ്ദുല്ലാന്റെ മോൻ മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിൽ വന്നിട്ട് പ്രതികരിച്ചത് ആ മുഹമ്മദിന്റെ മൂത്താപ്പ അബൂലഹബാണ്. അത്രയും സഹിച്ചു. നാട്ടില് മാർക്കറ്റുകളിൽ, ചന്തകളിൽ പരസ്യമായി കളിയാക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു.
അബൂലഹബിന്റെ 2 മക്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കളെ തലാഖ് ചെയ്ത് ഒഴിവാക്കി. ആ ഉപ്പാന്റെ മനസ്സിന്റെ വേദന ആലോചിച്ച് നോക്കിയേ. ഇത് പറഞ്ഞതിന്റെ പേരില്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ തയ്യാറായില്ല. കാരണം എന്താ അറിയോ? നിർത്തിയാൽ 3 ഭയങ്കരമായ അപകടത്തിലേക്കാണ് മനുഷ്യൻ പോവുക. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ആയത്തിന്റെ പദാനുപദ അർത്ഥം തഫ്സീറിന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ആയത്താണ്. ലാ യഗ്ഫിറു, അവൻ പൊറുക്കുന്ന പ്രശ്നമേ ഇല്ല. അയ്യുശ്റക ബിഹി, അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിനെ എന്ന് പറഞ്ഞ ഏറ്റവും പറഞ്ഞ പോലെ അല്ലാഹ് എല്ലാത്തോനെ അല്ലാഹുവിനോട് സമമാക്കുന്നവനെ ആ പരിപാടി പൊറുക്കുന്ന പ്രശ്നമില്ല. എന്നാലോ വയഗ്ഫിർ, അവൻ പൊറുത്തേക്കാം. മാ ദൂന ദാലിക്, അതല്ലാത്ത തെറ്റുകൾ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന തൗഹീദുള്ളവർക്ക്. അണ്ടർലൈൻ, അവൻ ഉദ്ദേശിക്കുന്ന തൗഹീദുള്ളവർക്ക്. കള്ളുടിച്ചു, പെണ്ണ് പിടിച്ചു, കൊലപാതകം ചെയ്തു, പലിശയുമായി ബന്ധപ്പെട്ടു, മറ്റെന്തെങ്കിലും തോന്നിവാസം കാണിച്ചു, പക്ഷെ അവന്റെ വിശ്വാസം ക്ലിയർ ആയിരുന്നു. ഒരല്ലാഹുവിന്റെ ദാത്തിൽ കൈകടത്തിയില്ല. അല്ലാഹുവിന്റെ ദാത്തിൽ അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തുകളെ സമമാക്കിയിട്ടില്ല. അല്ലാഹുവിനെ പോലെ അല്ലാഹുവിന്റെ അടിമകളെ അവൻ കണ്ടിട്ടില്ല. ആദർശം ക്ലിയറാണ്. മനുഷ്യന്റെ ബലഹീനതയ്ക്ക് വരുന്ന തെറ്റുകൾ വന്നുപോയി. അല്ലാഹു ചിലപ്പം അവന്റെ ആദർശത്തെ പരിഗണിച്ച് തൗബ ചെയ്യാണ്ടാണ് മരിച്ചു പോയതെങ്കിലും അത് മാപ്പാക്കി കൊടുത്തേക്കാം. പക്ഷേ ശിർക്ക് ചെയ്തിട്ടാണ് വന്നതെങ്കിൽ മാപ്പാക്കുന്ന പരിപാടിയില്ല. അതെന്താണെങ്കിലും ഉഹുദ് മലയോളം വലുപ്പത്തിലുള്ള അമലും കൊണ്ടാണ് വന്നത്. ഹിമാലയ പർവ്വതത്തെക്കാളും വലുപ്പത്തിലുള്ള നന്മകളുടെ കൂമ്പാരവുമായിട്ടാണ് വന്നത്. പൊറുക്കുന്ന പ്രശ്നമില്ല. എത്ര അല്ലാഹുവിന്റെ മുമ്പിൽ അമലുകൾ കൊണ്ട് സമർപ്പിച്ചാലും, ദിക്ർ, ദുആ, സ്വലാത്ത്, തസ്ബീഹ്, നിസ്കാരം, സുന്നത്ത് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, സദഖ, അങ്ങനെ പലതും ഹബാഅൻ മൻസൂറ. നിന്റെ ഒന്നും എനിക്ക് ആവശ്യമില്ല, കാരണം നിന്റെ വിശ്വാസം ശരിയല്ല. അതേസമയത്ത് പാപങ്ങളുടെ കൂമ്പാരവുമായിട്ടാണ് വന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അങ്ങനെ പോകുന്നൊരവസ്ഥ വരുത്താതിരിക്കട്ടെ. പക്ഷെ അവന്റെ വിശ്വാസം ക്ലിയർ ആണ്. ചിലപ്പോ എന്ന് പറയും ഗഫർതു ലക വലാ ഉബാലി, മാപ്പാക്കുക, നീ പോയിക്കോളെ, രക്ഷപ്പെട്ടു. ലാ യഗ്ഫിറു അൻ യുശ്റക ബി, പക്ഷെ ഇത് അല്ലാഹു മാപ്പ് കൊടുക്കൂല. അല്ലാഹു ഒരിക്കലും മാപ്പാക്കൂല എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടും അവരോട് പിന്നെയും പിന്നെയും അത് പറയാൻ മെനക്കെട്ട്. രണ്ടാമത്തെ അപകടം എന്താ അറിയോ? അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വലഖദ് ഊഹിയ ഇലൈക, നബിയേ ഞാൻ നിങ്ങൾക്ക് വഹി അറിയിച്ചിരിക്കുന്നു, വഇലല്ലദീന മിൻ ഖബ്ലിക്, അങ്ങയ്ക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്കും. നബിമാരോടാണ്, സാധാരണക്കാരോടല്ല. നബിമാരോടും റസൂലുമാരോടും ഞാൻ വഹി അറിയിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ലഇൻ അശ്റക്ത, ഇനി താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ, താങ്കളാണ് അല്ലാഹു അല്ലാത്ത ഒരാളെ അല്ലാഹുവിനോട് സമമാക്കിയതെങ്കിൽ, ലയഹ്ബതന്ന അമലുക, ഞാൻ അങ്ങയുടെ അമലുകൾ മൊത്തം പാഴാക്കി കളയും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, അങ്ങ് തീർച്ചയായും നഷ്ടവാളികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നബിയല്ലേ, റസൂലല്ലേ, ഒന്ന് മാപ്പ് കൊടുക്കാം, ഒന്നും ഞാൻ നോക്കൂല. നിങ്ങളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്യൂല. അതേ സമയത്ത് അത് ഉമ്മത്തിനുള്ള താക്കീതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ പോലും അഥവാ ശിർക്കുമായി ബന്ധപ്പെട്ടാൽ 63 കൊല്ലക്കാലം ചെയ്ത എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകളും മുഴുവൻ ഞാൻ പാഴാക്കി കളയും. മാത്രമല്ല സ്വർഗത്തിന്റെ വാതിൽ ഞാൻ കേറ്റൂല. അള്ളാഹുവിന്റെ താക്കീതാണ്. പിന്നെ എങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയാതിരിക്കും? വലിയൊരു സങ്കടം എന്താ അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ കുറെ മനുഷ്യന്മാരുണ്ടാവും, നമ്മുടെ വീട്ടിലുണ്ടാവും ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാര്. ഒരു മാസത്തിൽ ചിലപ്പോൾ 3 ഖത്തം തീർക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. ഖുർആൻ ഓതിയിട്ട് ഖത്തം തീർക്കുക, രാവിലെ ദിക്റുകൾ, വൈകുന്നേരത്തെ ദിക്റ്, സ്വലാത്ത്. വ്യാഴാഴ്ചക്കായ പിന്നെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഇഷ്ടം പോലെ സ്വലാത്ത്. കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഭാഗം സദഖ, അതൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ട്. നാട്ടിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ മുമ്പന്തിയിൽ നിൽക്കുന്ന, നന്മയിൽ മത്സരിക്കുന്ന. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, 10 റുപ്യന്റെ ചരട് ഏതോ ജാറത്ത് നിന്ന് പോയിട്ട് കെട്ടിയിട്ടുണ്ട്.
ലയഹ്ബതന്ന അമലുക്, നീ ചെയ്തതൊന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കൂല. ലയഹ്ബതൻ, ആ വാചകത്തിന്റെ പ്രയോഗം തീർച്ചയായും യഹ്ബതയാണ് ഫിഅല്. അതിന് ശേഷം വന്ന ശദ്ദുള്ള നൂന് അതും തഅക്കീദാണ്. തീർച്ചയിൽ തീർച്ച ഞാൻ പൊളിച്ചു കളയും. നീ എൻ്റെ അടുത്തേക്ക് എങ്ങനെയാ വരുന്നുണ്ടാവുക? കുറെ ചെയ്ത് വാഴിക്കൂട്ടി എന്നുള്ള വിശ്വാസത്തിലായിരിക്കും. എൻ്റെ മുമ്പിൽ എത്തുമ്പം അതൊക്കെ വെറും പൊടികളായിരിക്കും, ഞാൻ കബൂൽ ചെയ്യൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മൂന്നാമത്തെ പ്രശ്നം എന്താ അറിയോ? അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ലഖിയല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ, വഹുവ ലാ യുശ്രികു ബിഹി ശൈആ, എങ്ങനെ കണ്ടുമുട്ടിയാൽ? ശിർക്ക് ചെയ്യാത്തവനായി കൊണ്ട് കണ്ടുമുട്ടിയാൽ. അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ അല്ലാഹുക്ക് സമമായിട്ടും കണ്ടിട്ടേ ഇല്ല. ആരെയും വിളിച്ചിട്ടില്ല, ആരെയും ആശ്രയിച്ചിട്ടില്ല. ഒരഞ്ചിന്റെ പൈസ ഒരു ജാറത്തിന്റെ പണ്ടാരത്തിലോ ജീവിതത്തിൽ ഇട്ടിട്ടേ ഇല്ല. അവന് അങ്ങനത്തെ ഒരു വിശ്വാസമേ ഇല്ല. മൻ ലഖിയല്ലാഹ്, അവൻ അങ്ങനെയാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടിയതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. വേറെ ഒരു അമലും റസൂലുള്ളാഹി പറഞ്ഞില്ല. നിസ്കരിച്ചുകൊണ്ട്, നോമ്പെടുത്തുകൊണ്ട്, താടി വെച്ചുകൊണ്ട്, കന്തൂറയിട്ടുകൊണ്ട്, പാവങ്ങളെ സഹായിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ലാ യുശ്രികു ബില്ലാഹി ശൈആ. ആ പറഞ്ഞ നന്മകളൊക്കെ കുറവായിരിക്കും ചിലപ്പോ. മനുഷ്യനല്ലേ, എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റൂല. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയും പോലെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്തില്ല? ശിർക്കില്ല. ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗത്തിലാണ്. കാരണം ഓന്റെ വിശ്വാസം ക്ലിയറാണ്. വമൻ ലഖിയഹു, ഇനി ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ, വഹുവ യുശ്രികു ബിഹി, അല്ലാഹുവോട് എന്തിനെങ്കിലും ശിർക്കാക്കിക്കൊണ്ട്, ദഖലൻ നാർ, നരകത്തിലാണ്. ഒറ്റ വാക്ക്. അപ്പൊ പിന്നെ നമുക്ക് പിന്നെയും സംശയം. എന്നാലും പാടില്ല. സ്വന്തം ബാപ്പയാണ്, ഉമ്മയാണെങ്കിലും അവിടെ ഒരു എന്നാലും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഐന അബി, എന്റെ ബാപ്പ എവിടെയാണ്? ബാപ്പ മരിച്ചു. ഒറ്റ മറുപടി, ഹുവ ഫിന്നാർ, നിന്റെ ഉപ്പ നരകത്തിലാണ്. സഹാബിന്റെ ബാപ്പ, കാരണം ശിർക്ക് ചെയ്തിട്ട് മരിച്ചു. ആകെ സങ്കടായി, കരഞ്ഞോണ്ട് തിരിച്ചു പോകുമ്പോ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അബീ വ അബൂക ഫിന്നാർ, എന്റെയും നിന്റെയും ഉപ്പ നരകത്തിലാണ്. ഒറ്റ വാക്ക്. അവിടെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. 10 ആളുകൾ റസൂലുള്ളാഹി തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. 10 ആളുകൾ. 9 ആൾക്കാരുടെയും കൈകളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ കൈകൾ പതിഞ്ഞു. ആരെ കയ്യാ പിടിക്കാൻ വന്നത്? മുഹമ്മദ് മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 9 ആളുകളെ കൈ പിടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സഹാബാക്ക് കിട്ടി. ഒരാൾ കൈ നീട്ടിയപ്പോ കൈവരിച്ചു. ജീവിതത്തിൽ അന്നയാള് സങ്കടപ്പെട്ട പോലെ ഒരിക്കലും സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം ആരുടെ കയ്യാ ബേക്കോട്ട് പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ കൈയാണ് പിടിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നത്. ആകെ സങ്കടായി. കൂടെ വന്ന 9 ആൾക്കാരും പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബായഅത 9 വതറക്ത ഹാദാ, 9 ആളെയും അങ്ങ് ബൈഅത്ത് ചെയ്തല്ലോ, ഇവന് ഒരുത്തനെന്തിനാ നിങ്ങൾ വെറുതെ വിട്ടത്? അവനും കൂടി കൈ കൊടുത്തൂടെ? ഉടനൊറ്റ മറുപടിയാൽ, അവന്റെ കയ്യിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. എന്ത് ചരടാണ്, ഏത് ചരടാണ്, എവിടുന്ന് കിട്ടിയതാണ്? ഒരു ചോദ്യം വർത്താനൊന്നുമില്ല. അവൻ ഒരു തമീം, ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. എനിക്ക് പറ്റൂല. കാരണം എന്താ അറിയോ? കെട്ടിയവന്റെ വിശ്വാസം ഈ ചരടിലാണ്, അള്ളാഹുവിലല്ല. ഉറുക്ക് കെട്ടിയവന്റെ വിശ്വാസം ഉറുക്കിലാണ്. കുപ്പി തീക്കിയവന്റെ വിശ്വാസം കുപ്പിയിലാണ്. പീടികയിലെ വെൽപ്പ് തുറന്നിട്ട് നോക്കിക്കോ, അതിന് കടലാസിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഓന്റെ വിശ്വാസം അതിലാണ്, അള്ളാഹുവിലല്ല. ഓനെ മുസ്ലിമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കുന്നില്ല. ഡേഞ്ചർ. പിന്നെ ജീവിച്ചിട്ട് എന്താ അർത്ഥം? പിന്നെ മരിച്ചു പോയിട്ട് അള്ളാന്റെ കോടതിയിൽ എന്ത് സഹായം കിട്ടുന്ന വിചാരിക്കുന്നത്? ബാക്കിലുണ്ടാവും പീടിയന്റെ, ഹോട്ടലിന്റെ, മടിക്കേരിയിലെ പല ഹോട്ടലിലും നമ്മൾ പോകുമ്പോൾ കാണുന്നുണ്ട് ഒരു വലിയ തകിട്, ഏതോ തങ്ങൾ എഴുതി കൊടുത്തത്. ഓന്റെ വിശ്വാസം ആ തകിടിലാണ്, അള്ളാഹുവിനല്ല. റിസ്ക് തരേണ്ടവൻ അവനാണ്. പക്ഷെ ഇവൻ വിചാരിക്കുന്നത് അതാ തങ്ങൾ ഒട്ടിച്ചതിനെ കൊണ്ട് ആൾക്കാർ വരുന്നത്. പോയി, അത് ആവശ്യം പോയി, അക്കീദ പോയി.
അള്ളാഹുവിൽ നിന്ന് മനസ്സ് മാറി ഇതിലേക്കായി. അതാ അയാൾ ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ കൈയെടുത്തു. ഈ സഹാബിക്ക് ഭയങ്കര ടെൻഷനായി. അദ്ദേഹം അങ്ങോട്ട് മാറി കൈ വിരല് അതിന്റെ ഉള്ളിലേക്ക് ഇട്ട് വലിച്ച് പൊട്ടിച്ചിട്ട് ചാടി. ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നു. റസൂലുള്ളാഹി അങ്ങോട്ട് കൈ നീട്ടി കൊടുത്തു, ബൈഅത്ത് ചെയ്തു. കാരണം എന്താ അറിയോ? ഇപ്പൊ ഈ വിശ്വാസം മാറി അള്ളാഹുവിലേക്കായി. പരിഗണിക്കപ്പെടുന്നത് വിശ്വാസമാണ്, കർമ്മങ്ങളല്ല. അതുകൊണ്ട് ആരെങ്കിലും ഷിർക്കില്ലാണ്ട് അള്ളാഹിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, ഷിർക്കോട് കൂടിയാണെങ്കിൽ ദഖലൻ നാർ. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ 3 അപകടങ്ങളിൽ നിന്ന് ഉമ്മത്തെ രക്ഷപ്പെടാൻ സഫാ മലന്റെ മുകളിൽ കയറിയിട്ട് പ്രസംഗിച്ചു. അബൂലഹബെതിരായി, നാട്ടുകാരെതിരായി, ഖുറൈശികളെതിരായി. അവർക്ക് സമനില തെറ്റി. കാരണം എന്താ അറിയോ? സഹിക്കാൻ കഴിയുന്നില്ല. ഈ പറഞ്ഞതിനെ അംഗീകരിക്കാൻ അവർക്ക്, ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. ശരിയാണ്. കാരണം എന്താ അറിയോ? അവരൊരുപാട് കാലമായി ജീവിച്ചു വരുന്നത് ഇങ്ങനെ പലതും കണ്ടും കേട്ടും ആചരിച്ചും പിതാമഹന്മാരിൽ നിന്ന് പഠിച്ചും ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ്. അതിനെതിരായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ മൂത്താപ്പാക്ക് ഇഷ്ടായിട്ടില്ല, എൻ്റെ കുടുംബക്കാർക്കൊന്നും ഈ പറഞ്ഞതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തൽക്കാലം നിർത്തിയില്ല, ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവരെന്താ ചെയ്തെന്നറിയോ? അബൂ താലിബിനെ ചെന്ന് കണ്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം ഏർപ്പാട് ചെയ്തിരിക്കുന്ന അബൂ താലിബിനെ ചെന്ന് കണ്ടു ഒരു വിവരം പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതവും ദൗത്യവും മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മക്കത്തെ ഖുറൈശികൾ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹി എന്ന കലിമത്തിനോട് താല്പര്യമില്ലാത്തവർ, അത് കേട്ടപ്പോ ദേഷ്യം പിടിച്ച ഔലിയാക്കളുടെ ജാറങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനോട് കാര്യങ്ങൾ ചോദിച്ച് അതിന് പൂജകൾ ചെയ്ത് അവരെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന ഈ ആളുകൾ അബൂ താലിബിനെ കാണാൻ വേണ്ടി ചെന്നു. എന്നിട്ട് അവർ അബൂ താലിബിനോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ വാക്ക് നമ്മൾ ആരെങ്കിലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കണം. കാരണം ഇന്ന് പൊതുവെ നമ്മുടെ നാട്ടില് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, ഒരു തൗഹീദി പ്രഭാഷണം കേട്ടാൽ, അതല്ലെങ്കിൽ തൗഹീദ് പറയുന്ന ഒരാളെ കണ്ടാൽ അയാളെ സംബന്ധിച്ച് ഇന്നും നാട്ടിൽ പറയപ്പെടുന്ന അതേ വാചകങ്ങളാണ് അന്ന് മക്കത്തെ ഖുറൈശികൾ അബൂ താലിബിനെ ചെന്ന് കണ്ടു പറഞ്ഞത്. എന്തിനാ അബൂ താലിബിന്റെ അടുത്ത് പോയത്? ബനൂ ഹാഷിം ഗോത്രത്തിന്റെ നേതാവാണ് അബൂ താലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത്. ഉപ്പയും ഉമ്മയുമില്ല. അള്ളാഹു സംരക്ഷണം നൽകിയത് അബൂ താലിബിന്റെ കൈകളിലാണ്. ഖുറൈശികൾ ചെന്നിട്ട് പറഞ്ഞു, യാ അബാ താലിബ് ഇന്ന ബിന അഖീക്, നിന്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സബ്ബ ആലിഹതന, നമ്മളുടെ ഇലാഹുകളെ ചീത്ത പറയുകയാണ്. ചീത്ത പറഞ്ഞോ? സുഹൈബ് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ്, ചീത്ത പറഞ്ഞിട്ടാ. പക്ഷെ അവര് പറയുന്നത് എങ്ങനെയാണ്? ഇതുപോലെ ഈ സലഫികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഔലിയാക്കളെ ചീത്ത പറയുന്നവരാണ്. എവിടെ ചീത്ത പറഞ്ഞു? ഔലിയാക്കളെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവര് ജീവിച്ച വഴിക്ക് ജീവിക്കാനും പറയുന്ന ആൾക്കാരാണ് നമ്മള്. പക്ഷെ നമ്മളെ പറ്റി പറയൽ എന്താണ്? സബ്ബ ആലിഹതന, ഔലിയാക്കളെ ചീത്ത പറയുന്ന ആൾക്കാരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ കടുത്ത താക്കീതുണ്ട്. ലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. അല്ലാഹു അല്ലാത്ത ആളുകൾ, അല്ലാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളോട് അവരുടെ ഇലാഹുകളെ നിങ്ങൾ തെറി പറയരുത്, ചീത്ത പറയരുത്. കാരണം അവർക്ക് ദേഷ്യം പിടിക്കുമ്പം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ ഇലാഹായ അല്ലാഹുവിനെ അവർ തെറി പറയും. അതിനൊരു കാരണം നിങ്ങൾ ഉണ്ടാക്കരുത്. അവിടെ നമ്മുടെ രീതിയല്ല അത്.
പക്ഷെ ഖുറൈശികൾ പോയിട്ട് പറയുന്നതാണ് സബ്ബ ആലിഹതന. ആരാ ഇവരുടെ ഇലാഹ്? ഖുറൈശികൾ ഇവർ നിങ്ങളുടെ അനുജന്റെ മകൻ നമ്മുടെ ദൈവങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞല്ലോ. ആരാ ഈ ദൈവങ്ങള്? ലാത്ത, ഉസ്സ, ഹുബൽ, മനാത്ത്, വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ. ആരാ ഇവരൊക്കെ? റിജാലുൻ സാലിഹീൻ, സാലിഹീങ്ങളായ മനുഷ്യന്മാർ, ഔലിയാക്കള്. ആ ഔലിയാക്കളെയാണ് അവർ അള്ളാഹുവിന് പകരം ഖബറുകളും മറ്റു ബിംബങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പൂജിക്കുന്നത്. അവരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറയുന്നു, ചീത്ത പറയുന്നു എന്നാണ് പോയിട്ട് അബൂ താലിബിനോട് പറയുന്നത്. പിന്നെ അവര് പറഞ്ഞു വഅബദീനന, നമ്മളുടെ ആദർശം ശരിയല്ല എന്നാവും പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആദർശം എന്തുകൊണ്ടാണ് ശരിയല്ല എന്ന് പറഞ്ഞത്? അവർ അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ വിശ്വസിക്കുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും വിളിക്കുന്നവരാണ്. ഈ പ്രാവശ്യം ഉംറക്ക് പോയപ്പോൾ മംഗലാപുരം ഭാഗത്തുള്ള 1-2 സ്ത്രീകൾ, ഞാൻ എന്നോട് പറഞ്ഞല്ല, വേറെ ആൾക്കാർ കേട്ട് എന്നോട് പറഞ്ഞു എന്നതാണ്. 10 ദിവസം നമ്മൾ മക്കത്തുണ്ടായിരുന്നു, തൗഹീദിന്റെ മർക്കസിൽ. ഉമ്മത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇനി എപ്പോഴാ ഉണരുക? ഇനി എപ്പോഴാ എണീക്കുക? എപ്പോഴാ ഇനി ചിന്തിക്കുക? ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി എപ്പോഴാ ഇനി ഒരു ബോധം വരിക? 10 ദിവസം നമ്മൾ മക്കത്തായിരുന്നു, തൗഹീദിന്റെ മർക്കസ് കേന്ദ്രത്തിൽ. തൗഹീദിന്റെ ചരിത്രങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൃത്യമായിട്ടുള്ള താരീഖും ചരിത്രവും പറഞ്ഞ് കാണിച്ചു കൊടുത്ത് 10 ദിവസം ക്ലാസ് എടുത്തു. 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിലായിരുന്നു. ഉഹുദിന്റെ, ഖന്തഖിന്റെ, പ്രസിദ്ധ ഹുനൈനിന്റെ യുദ്ധങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. എന്തിനാ യുദ്ധം ഉണ്ടായത്? ബദറിൽ ചെന്ന് ബദർ യുദ്ധത്തിന്റെ കാരണം പറഞ്ഞു കൊടുത്ത് കൃത്യമായി ധരിപ്പിച്ചു കൊടുത്തു. തിരിച്ച് റൂമിലെത്തിയപ്പം പറഞ്ഞു അത്രേ, ഈ 2 വന്നിട്ട് ഒരു റാഹത്തില്ല, ഒരു സമാധാനം കിട്ടണമെങ്കിൽ ദർഗയിൽ തന്നെ പോണോ. മഅദല്ലാഹ്, എന്തിനാ ഇവർ ഉംറക്ക് വന്നത്? ഇവരെന്താ അമല അവിടെ നിന്ന് ചെയ്തത്? നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഒരു തങ്ങള് പറഞ്ഞു, അജ്മീർ ദർഗ എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിന്റെ സങ്കടം ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവനെങ്ങനെ മുസ്ലിമിന്റെ അള്ളാഹു അയാൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അജ്മീർ ദർഗ ദുബൈയിലാറ്റം പോയപ്പോൾ അജ്മീറിലെ പൂജാരിനെ കണ്ടതാണ്. അപ്പൊ അയാളുമായിട്ടുള്ള സൗഹൃദം ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ട് അതിന്റെ അടിയിൽ എഴുതിയ കമന്റാണ്. അജ്മീർ ദർഗ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അവരുടെ വിഷമം പ്രയാസങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയ ഒരു കേന്ദ്രമാണ്. നമ്മൾ പറയുന്നു അതിന് പറ്റിയ കേന്ദ്രം ഫിസ്സമ, ആകാശത്തിലുള്ള റബ്ബിന്റെ മുമ്പിലാണ്. അതാണ് തൗഹീദ്. ഇതാ ഉമ്മത്തിന്റെ അവസ്ഥ. ഇങ്ങനത്തെ തങ്ങന്മാരായ നേതാക്കന്മാരുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മക്കത്ത് കഅബാറിയത്തെ മുന്നിലൊരു സമാധാനം കിട്ടിയില്ല. മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ചിട്ടും ഒരാശ്വാസം കിട്ടിയില്ല. പിന്നെ ഏടെത്തണം? ഉള്ളടത്തെത്തിയാലേ സമാധാനം കിട്ടുള്ളൂ. ഉമ്മത്തിന്റെ അവസ്ഥ. എന്നിട്ട് ആൾക്കാർ ചോദിക്കുക, നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ് തന്നെ പറയാനുള്ളൂ? അതേ പറയാനുള്ളൂ. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാതെ ഉമ്മത്ത് ഒരു നന്മ ചെയ്തിട്ടും കാര്യമില്ല. അവർ വന്നിട്ട് പറയാൻ, അബൂ താലിബ് ആബദീനന, നിന്റെ അനുജന്റെ മകൻ നമ്മളുടെ ദീനിനെ മോശമാക്കി സംസാരിക്കുന്നു. നമ്മളെ പിതാമഹന്മാരൊക്കെ വഴികേടിലായിരുന്നു എന്നാ നിന്റെ അനിയന്റെ മോൻ പറയുന്നത്. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നതാണല്ലേ, നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നെങ്കിൽ അപ്പോൾ ഉപ്പാപ്പമാരൊക്കെ എവിടെയായിരിക്കും? നമ്മുടെ ഉമ്മമാരൊക്കെ എവിടെയായിരിക്കും? ഇപ്പോഴും ചോദിക്കും ശിർക്കിന്റെ ആൾക്കാർ. അത് അന്ന് അബൂ താലിബിനോട് മക്കത്തെ മുശ്രിക്ക് ചോദിച്ച അതേ ചോദ്യമാണ്. നമ്മുടെ പിതാമഹന്മാരെയൊക്കെ വഴികേടിലാക്കി, മോശക്കാരാക്കി. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങളുടെ കീഴിലാണ് ഉള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അനങ്ങാണ്ടിരിക്കാൻ പറയണം. അല്ലെങ്കിൽ നമുക്ക് വിട്ടെന്നൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തോളാം, നമ്മൾ കൊന്നോളാം. അതാ പറഞ്ഞ വാക്കിനർത്ഥം. നിങ്ങളാണ് തടസ്സം, നിങ്ങൾ വിട്ടേരിൻ, നമ്മൾ കൈകാര്യം ചെയ്തോളാം. കാരണം നിങ്ങളും നമ്മളെ പോലെ തന്നെയല്ലേ, ഊനെതിരല്ലേ? ഈ അബൂ താലിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദർശത്തിനെതിരാണ്, നിങ്ങളും എതിരെന്നല്ലേ. അതുകൊണ്ട് നമുക്ക് വിട്ട് നമ്മൾ കൈകാര്യം ചെയ്തോളാം. അബൂ താലിബ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് തിരിച്ചയച്ചു. അവർ 2ാമതും വന്നു, 3ാമതും വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ വയസ്സനായി,
നിന്റെ നാട്ടുകാരെ മുഴുവൻ നിനക്കെതിരാണ്. നീ പറയുന്ന കുറച്ച് നിർത്തിക്കൂടെ? എനിക്ക് താങ്ങാൻ കഴിയില്ല. നിനക്ക് സംരക്ഷണം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്റെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോകും. നീ ഒന്ന് അടങ്ങിയിരുന്നൂടെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു മൂത്താപ്പാന്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, മൂത്താപ്പ, വല്ലാഹി ലൗ വദഉ ശംസ ഫീ യമീനി, അല്ലാഹുവാണ് സത്യം, അവര് സൂര്യനെ പിടിച്ചുകൊണ്ടുവന്ന് എന്റെ വലത്തെ കയ്യിൽ വെച്ചെന്നാൽ, വൽ ഖമറ ഫീ യസാരി, ചന്ദ്രനെ പിടിച്ചിട്ട് എന്റെ ഇടത്തെ കയ്യിൽ വെച്ചെന്നാൽ, അലാ അൻ അത്റുക ഹാദൽ അംറ, ഈ പരിപാടി ഒഴിവാക്കാൻ, തൗഹീദിലേക്കുള്ള എന്റെ ഈ പ്രസംഗം നിർത്താൻ എന്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ചുകൊണ്ട് തന്നാലും അള്ളാഹു ഇതിനെ പൂർത്തിയാക്കുന്നവരെ, അല്ലെങ്കിൽ ഞാൻ ഇതിലായി മരിക്കുന്നത് വരെ ഇതൊഴിവാക്കുന്ന പരിപാടിയേ ഇല്ല. ഞാൻ നിർത്തൂല. കാരണം എനിക്ക് സ്ഥാനമാനമല്ല വേണ്ടത്, എനിക്കിവിടുത്തെ കസേര അല്ല വേണ്ടത്. ഖുറൈശികളുടെ നേതൃത്വത്തിലേക്ക് വരുത്തല്ല എന്റെ ലക്ഷ്യം, ആളുകൾ തൗഹീദിലേക്ക് വരുത്താണ് എന്റെ ലക്ഷ്യം. ഇത് കേട്ടപ്പോ അബൂ താലിബ് പറഞ്ഞു, യബ്ന അഖി ഖുൽ മാ അഹ്ബബ്ത, എന്ത് വേണമെങ്കിലും നീ പ്രസംഗിച്ചോ, നിനക്ക് ഇഷ്ടമുള്ളത് നീ പ്രസംഗിച്ചോ. ഫവല്ലാഹി ലാ ഉസല്ലിമുക ലിശൈഇൻ അബദൻ, ഒരിക്കലും ഞാൻ നിന്നെ ഒരാൾക്കും വിട്ടുകൊടുക്കൂല, പൂർണ്ണ സംരക്ഷണം ഞാൻ നിനക്ക് തരും. അലം യജിദിക യതീമൻ ഫആവ, അള്ളാഹു ഏർപ്പാടാക്കിയത് അബൂ താലിബിനെ. പക്ഷെ എന്റെ മടുക്കേരിയിലെ പ്രിയപ്പെട്ടവരെ, ഈ അബൂ താലിബ് ഖുറൈശികളെ 2-3 പ്രാവശ്യം വന്ന് കൊല്ലാൻ വേണ്ടി വിട്ടുതരാൻ വേണ്ടി ചോദിച്ചിട്ടും തടഞ്ഞു നിർത്തിയ, ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കൂല മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ധൈര്യമായി തൗഹീദ് പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ് സംരക്ഷണവും സമാധാനവും കൊടുത്ത അബൂ താലിബ് നാളെ നരകത്തിലാണ്. എന്താ കാര്യം എന്നറിയോ? സംരക്ഷണം കൊടുത്തെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അബൂ താലിബ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ അബൂ താലിബ് തയ്യാറാവാതിരുന്നത്? കാര്യം മനസ്സിലാവാത്തോണ്ടല്ല. ലൗലൽ മലാമതു ഔ ഹദാറു മസബ്ബത്തിൻ, ഞാൻ എങ്ങാനും ഇത് സ്വീകരിച്ചാൽ ആൾക്കാർ എന്നെ കളിയാക്കും, എന്നെ ആക്ഷേപിക്കും, എന്നെ കുറ്റം പറയും, നാട്ടിലുള്ള എൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ പോവും, എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ എന്നെ ഒഴിവാക്കും. ഈ ഭയം അബൂ താലിബിന്റെ മനസ്സിനെ പിടികൂടി. അതുകൊണ്ട് അംഗീകരിച്ചില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ മരിക്കുന്നതിന്റെ സെക്കൻഡ് മുമ്പ് വന്നിട്ട് പറഞ്ഞു, മൂത്താപ്പ എന്റെ ചെവിയിൽ പറഞ്ഞോ, ആരും അറിയണ്ട, അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ കലിമ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിച്ച് സ്വർഗം വാങ്ങിച്ചേരും. അപ്പൊ പറഞ്ഞ അബൂ താലിബ്, വേണ്ട മോനെ, മരിച്ചതിന് ശേഷങ്ങാനും പരസ്യമായാൽ അതെനിക്ക് കുറച്ചിലാവും. അള്ളാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ താലിബിനെ ഹിദായത്തിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല, വിട്ടേക്ക്. പോയി കാഫിറായി മരിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ പ്രസംഗം സഫാ മലന്റെ മുകളിൽ നടന്നു. പ്രസംഗത്തിന്റെ വിഷയം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഉൾക്കൊള്ളുക, അത് അംഗീകരിക്കുക, അത് പഠിക്കാൻ ശ്രമിക്കുക, ആദർശവാദികളായി വിശ്വാസികളായി ജീവിക്കുക. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. കുറെ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മളുടെയും എല്ലാ സുഖങ്ങളും മാറ്റി പൂർണ്ണമായ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി, കുടുംബപരമായി എന്തൊക്കെ വേദനകളും പ്രയാസങ്ങളും ക്ലേശങ്ങളും ഉണ്ടോ, അള്ളാഹു അവൻ്റെ ഫദ്ല് കൊണ്ട് അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് എല്ലാം നികത്തി സുഖവും സന്തോഷവും ഐശ്വര്യവുമുള്ള ജീവിതം നസീബാക്കി തരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.